ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ മുതലാളി പറയാണ്, ഇന്ന് വൈകിട്ട് നീ മോർച്ചറിക്ക് കാവൽ നിൽക്കണമെന്ന്. എന്തായിരിക്കും അപ്പം നിങ്ങളുടെ മനസ്സിൽ? അതിന് നിങ്ങൾ തയ്യാറാകുമോ? കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ടോർമെന്റോ എന്ന സ്പാനിഷ് ഹൊറർ ചിത്രമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇന്തോനേഷ്യ സൈഡ് പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അവിടെ ഒരേപോലത്തെ കഥകൾ തന്നെ റിപ്പീറ്റായിട്ട് വരുന്നതുകൊണ്ട് കുറച്ച് മാറ്റി പിടിക്കാന്ന് വെച്ചു. ഈ കഥ കേട്ടിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയൂ എങ്ങനെയുണ്ടെന്ന്. എന്നാ പിന്നെ ലോകത്തെവിടെയുമില്ലാത്ത അദ്ഭുത പ്രപുഷ്ടിത ദിമാരവിഷ്ണ കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്യൂരിറ്റി ലേഡി പെട്ടെന്നാണ് ഷിഫ്റ്റ് മാറാമെന്ന രണ്ടാമത്തെ സെക്യൂരിറ്റി ചേട്ടൻ ഈ പെണ്ണിനെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് പറയാ, നീ ഇങ്ങനെ കിടന്ന് ഉറക്കം തൂങ്ങുന്നത് അവർ കണ്ടിട്ടുണ്ട്. അതായത് ആ ബിൽഡിങ്ങിന്റെ ഓണേഴ്സ്. ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചതാ. ഇനി ഇത് ആവർത്തിക്കരുത്. ഇപ്പൊ വീട്ടിലേക്ക് പോയിക്കോ, പോയി റെസ്റ്റ് എടുക്ക്, നന്നായി ഉറങ്ങിയിട്ട് നാളെ വന്നാൽ മതി, അതുവരെ ഞാൻ നോക്കിക്കോളാന്ന് പറയും ആ ചേട്ടൻ. പെണ്ണിനെ ഷിഫ്റ്റ് മാറ്റി വിടാണ്. ഹീറോയിൻ സോറിയും പറഞ്ഞിട്ട് കാർ എടുത്ത് തിരിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. ഒരു പഴയ കാറാണ്. വെളുപ്പാങ്കാലം സമയം. ഇവളങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴി അമ്മയുടെ മെസ്സേജ് ഫോണിൽ വരുന്നത് കാണാം. മോളെ, നീ ഇങ്ങനെ ചെയ്യല്ലേ, അമ്മയുടെ ഫോൺ എടുക്ക്, അമ്മയോട് സംസാരിക്കേ, നിന്റെ വാശി ഇനിയും തീർന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ മെസ്സേജ് അയക്കുന്നത്. ഇവള് ഫോൺ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ വണ്ടി ഓടിച്ച് പോകവേ പെണ്ണിന് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അവൾക്ക് ആ ഉറക്കം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്നാണ് കാർ എന്തിനെയോ ഇടിച്ചു തെറിപ്പിക്കുക. പെണ്ണാകെ ഷോക്കായി വിറച്ച് കാർ നിർത്തി ഇറങ്ങി നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇടി കൊണ്ട് റോഡിൽ കിടക്കുന്നു. ഇവളാണ് ഇടിച്ചത്. ചുറ്റിലും ആൾക്കാരെയൊന്നും കാണുന്നില്ല. അയാൾക്ക് എന്താ പറ്റിയെന്നറിയില്ല. ഇവള് പേടിച്ച് ഫോൺ എടുത്ത് എമർജൻസിക്ക് വിളിക്കാൻ ശ്രമിക്കും. പക്ഷെ അങ്ങനെ എമർജൻസിക്ക് വിളിച്ചാൽ പോലീസുകാർ വന്നാൽ ഇവളാണ് പിടിക്കപ്പെടുക. അതിൽ ചിലപ്പോൾ അവളുടെ ഭാവി നഷ്ടപ്പെട്ടേക്കാം. ഈ പേടി തോന്നിയ പെണ്ണ് മിണ്ടാതെ വന്ന് കാറിൽ കയറിയിരുന്ന് ആരും കാണാതെ അവിടുന്ന് എസ്കേപ്പ് ആവുക, ഒന്നും അറിയാത്ത പോലെ. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ ഒരു ബോഡി മോർച്ചറിയിൽ കിടക്കുന്ന കാണിക്കുന്നു. പെട്ടെന്ന് ആ ബോഡിക്ക് അനക്കം സംഭവിക്കുന്ന പോലെ ഈ ദിവാസ്വപ്നവും കണ്ട് ഞെട്ടി എഴുന്നേൽക്കാണ് നമ്മുടെ ഹീറോയിൻ. വീട്ടിൽ വന്ന് അവൾ കിടന്നുറങ്ങായിരുന്നു. ഇപ്പൊ വൈകുന്നേരമായി. ഇനി ജോലിക്ക് പോകേണ്ട സമയമായി. ആരോ അവൾക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോഴായിരിക്കും ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല. ഇവളത് കാര്യമാക്കാതെ ഫോൺ എടുക്കുന്നു. ഇവരെ ബോസാണ് വിളിച്ചിരിക്കുന്നത്. ഇന്ന് നിനക്ക് മാളിലല്ല ഡ്യൂട്ടി, ഗൽവാൻ സ്ട്രീറ്റിലാണ് ഡ്യൂട്ടി. കാര്യങ്ങളൊക്കെ നിക്കോളാസ് പറയും, നീ അങ്ങോട്ട് ചെന്നോളൂ എന്ന് പറയാണ് ബോസ്. എന്താ ഏതാന്നുള്ള മുഴുവൻ വിവരങ്ങളും പുള്ളിക്കാരൻ പറയുന്നില്ല. എന്തായാലും എഴുന്നേറ്റ ശേഷം തന്റെ സായാഹ്ന കൃത്യങ്ങളെല്ലാം സുന്ദരി ചെയ്യാണ്. നല്ല ബോഡി ബ്യൂട്ടി ഉള്ള ആളാണ്. പെട്ടെന്നൊന്നും ഇടിച്ചിടാൻ പറ്റില്ല. നല്ല മസിലൊക്കെ ഉണ്ട്. വ്യായാമമൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായി യൂണിഫോമും ധരിച്ച് ഇവരെ കമ്പനി പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മുടെ പെൺകുട്ടി പോകുന്നു. അത് ഇവള് പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ഷോപ്പോ മോളോ ആയിരുന്നില്ല. പഴയൊരു ആശുപത്രിയാ. ആ ആശുപത്രി ഇപ്പൊ മോർഗായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഡെഡ് ബോഡികൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ഒരു പഴയ സെക്യൂരിറ്റി അച്ചായനുണ്ടാവും. പുള്ളിക്കാരൻ പാലായിന്ന് അത്ര വന്നത്. കുറെ കാലമായിട്ട് ആ ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങേര് ഹീറോയിനോട് ചോദിക്കും, ഞാൻ ഈ സെക്യൂരിറ്റി പണിക്കൊന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലല്ലോ, നിനക്കെന്ത് പറ്റി, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന്. അത് കേട്ട് ഹീറോയിൻ പറയാണ്, എനിക്ക് രാത്രി ചെയ്യാനുള്ള എന്തെങ്കിലും ജോലി വേണമായിരുന്നു. കാരണം ഞാൻ പകല് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ പഠിക്കണമെന്ന് ചോദിക്കുമ്പോൾ ലോയർ ആവാൻ പഠിക്കുകയാണെന്ന് അവൾ പറയും. അത് കഴിഞ്ഞ് ഈ അച്ചായൻ അവൾ ചെയ്യേണ്ട ജോലികളും ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു. ആദ്യം 1ാം നിലയിലുള്ള മോർച്ചറിയാണ് കാണിച്ചു കൊടുക്കുക. അവിടെ ഇപ്പം തന്നെ ഒരു ബോഡി ഫ്രഷ് ആയിട്ട് വന്ന് കിടപ്പുണ്ട്. ഈ മുറിയിൽ ഇടയ്ക്കൊരു പ്രശ്നം ഉണ്ടാവാറുണ്ടെന്ന് അച്ചായൻ പറയും. അവിടുത്തെ വിൻഡോ തനിയെ തുറന്നു പോകത്രേ കാറ്റടിക്കുമ്പോൾ. അതങ്ങനെ തുറന്നു കിടന്നാൽ എലികളകത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് എപ്പോഴും അത് അടച്ചിടാൻ ശ്രദ്ധിക്കുക. ഈ സമയത്ത് ഹീറോയിൻ ആ മരിച്ച ബോഡി കണ്ടിട്ട് ഇയാൾക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുക. അതിന് അച്ചായൻ പറയും, എനിക്കറിഞ്ഞൂടാ, വണ്ടി ഇടിച്ചു മരിച്ചു എന്നാ കേട്ടത്, ഞാൻ ബോഡികളൊന്നും നോക്കാറില്ല. ഇത് കഴിഞ്ഞ് അവിടുത്തെ ലൈറ്റും ഓഫ് ചെയ്ത് അച്ചായൻ പെണ്ണിനെയും വിളിച്ച് ഇറങ്ങിപ്പോവാ. നേരെ ഫ്രണ്ട് ഡെസ്കിൽ കൊണ്ടുപോയി അവൾക്ക് അവിടുത്തെ തോക്കും കാണിച്ചു കൊടുക്കും. ഈ തോക്ക് കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞ് സൈൻ ചെയ്യും. ഇതൊരു പ്രത്യേക സ്ഥലമായതുകൊണ്ട് അവർ സെക്യൂരിറ്റിക്കാർക്ക് തോക്ക് തരും. പക്ഷെ മണ്ടത്തരത്തിൽ എടുത്ത് ഉപയോഗിക്കാനൊന്നും പാടില്ല. അത് നമുക്ക് വലിയ കുഴപ്പങ്ങളുണ്ടാക്കും. അതുകൊണ്ട് മുഴുവൻ സമയവും തോക്ക് ഈ ഡ്രോയറിനകത്ത് വെച്ച് സൂക്ഷിക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ആ തോക്ക് ഡ്രോയറിനകത്ത് തന്നെ വെക്കാൻ പറയാണ്. എന്നിട്ട് നല്ലൊരു പുഞ്ചിരിയും ചിരിച്ച് ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. പെണ്ണത് കഴിഞ്ഞ് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി മുഖം കഴുകാനായിട്ട് ബാത്റൂമിലേക്ക് പോവുക. പെട്ടെന്നാണ് പുറകിൽ നിന്ന് അവളെ പേരാരോ വിളിക്കുന്നത്, ബ്രെൻഡ. ഇവള് പേടിച്ച് തിരിഞ്ഞു നോക്കവേ അവിടെ ആരെയും കാണുന്നില്ല. തോന്നിയതായിരിക്കുന്നു വിചാരിച്ച് തിരിഞ്ഞു വന്ന് ഡെസ്കിലിരിക്കുകയാണ്. ഈ നിയമം പഠിക്കാൻ വേണ്ടി നിയമപുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഫ്ലാസ്കിൽ ചൂടുവെള്ളവും വെച്ചിട്ടുണ്ടാവും. ഇവളങ്ങനെ ഇരുന്ന് വായിക്കുന്ന സമയത്താണ് അമ്മ ഫോൺ ചെയ്യുന്നത്. ഇപ്രാവശ്യം അവൾ ഫോൺ എടുക്കും. അമ്മ കുറെ വഴക്ക് പറയുന്നു. നീ എന്തിനാണ് ഇങ്ങനെ തനിച്ച് താമസിക്കുന്നത്? ആരോടാണ് നിനക്ക് വാശി? തിരിച്ച് വീട്ടിലേക്ക് വാ. നീ ജോലി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വീട്ടിൽ വന്ന് താമസിക്കുക, ഇവിടെ ഇരുന്ന് പഠിച്ചോ എന്ന് പറയുക. അപ്പം മോള് പറയും, അച്ഛനുള്ള ആ വീട്ടിലേക്ക് ഞാൻ ഒരിക്കലും വരില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ മാക്സിമം ദ്രോഹിച്ചു. എനിക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. എൻ്റെ കാര്യങ്ങൾ ഞാൻ തനിയെ നോക്കുന്നതാണ് നല്ലതെന്ന് ഇവളിങ്ങനെ പറയുക. ആ സമയത്ത് പുതോ
എന്നൊരു ശബ്ദം കേൾക്കാം. എവിടെയോ എന്തോ ഉരുണ്ട് വീഴുന്ന ശബ്ദം. ഇവളുടനെ അമ്മയോട് എനിക്ക് പട്രോളിങ്ങിന് സമയമായെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്ത് ഈ ശബ്ദം എവിടുന്നാണ് വന്നതെന്നറിയാൻ ഓരോ റൂമായി തുറന്നു നോക്കുന്നു. ആ റൂമിനകത്തൊന്നും ആരുമില്ല. പഴയ ആശുപത്രിയല്ലേ, റൂമെല്ലാം കാലിയായി കിടക്കാണ്. ഒന്നും എവിടെയും കാണാത്തോണ്ട് ഇവള് പതിയെ ആശുപത്രിയുടെ വെളിയിലേക്ക് വരും. അവിടെ ഒന്നും കാണുന്നില്ല. പെണ്ണിന് നല്ല പേടിയുണ്ട്. ഒറ്റയ്ക്കല്ലേ അതിനകത്ത് ഇരിക്കുന്ന. ഞാനൊക്കെ ആണെങ്കിൽ എപ്പോഴേ ഓടിയിട്ടുണ്ടാവും. പിച്ചെടുത്ത് ജീവിച്ചാലും കുഴപ്പമില്ല, ഇമ്മാരി പണിക്കൊന്നും പോകില്ല ഞാൻ. ഇപ്പം എന്തായാലും പെണ്ണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു വന്ന് ഡെസ്കിലിരിക്കുന്നു. ആ സമയത്ത് CCTVയിലൂടെ എന്തോ ഒന്ന് പെട്ടെന്ന് ഫ്ലാഷ് ചെയ്ത് പോകുന്ന പോലെ. എന്താണെന്ന് ക്ലിയർ ആയിട്ട് എനിക്കും മനസ്സിലായില്ല. ഇവൾ ആ ഫൂട്ടേജിലേക്ക് നോക്കുന്ന സമയം പെട്ടെന്ന് ആ ഭാഗത്ത് കറണ്ടും കട്ടായി. ഇനിയിപ്പോൾ മോർച്ചറിയുടെ അകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവൾ കയ്യിലൊരു ടോർച്ച് ലൈറ്റും എടുത്ത് നേരെ ആ മോർച്ചറിയുടെ അകത്തേക്ക് ചെല്ലുന്നു. അവിടെ ആ ബോഡി അനങ്ങാതെ കിടപ്പുണ്ട്. ഇവള് വന്നിട്ടും ഇവളെ മൈൻഡ് ചെയ്യുന്നില്ല. അതെന്തോ ഇവക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ കുറച്ച് പേടിയുണ്ട്. അവിടെ ആ വിൻഡോ നോക്കുമ്പോൾ അച്ചായൻ പറഞ്ഞതുപോലെ തന്നെ അത് തുറന്നെടുക്കാണ്. ഇവള് മേലെ കയറി അതിലെ പാളിയെല്ലാം വീണ്ടും ലോക്ക് ചെയ്യുന്ന സമയം പിടുക്ക് എന്നൊരു സൗണ്ട്. എന്താന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ ബോഡിയില്ലേ അതിലെ കൈ ടേബിളിൽ നിന്ന് താഴത്തേക്ക് വീണ് കിടക്കുന്നു. അതെന്താ അങ്ങനെ പറ്റിയേ? ഇവള് മെല്ലെ താഴത്തേക്ക് ഇറങ്ങി വന്ന് ആ വീണെടുക്കുന്ന കൈ ടോർച്ച് ലൈറ്റ് കൊണ്ട് തിരിച്ച് എടുത്തു വയ്ക്കും. സാധാരണഗതിയിൽ സംഭവിച്ചതായിരിക്കാം എന്നാണ് അവൾ മനസ്സിൽ പറഞ്ഞ് ആശ്വസിക്കുന്നത്. എന്നാൽ തിരിഞ്ഞ് നടന്നു പോണ വഴിക്ക് വീണ്ടും ആ കൈ ടേബിളിൽ നിന്ന് താഴത്തേക്ക് വീഴുന്നു. ഇവള് പേടിച്ച് മെല്ലെ ചെന്ന് ടോർച്ച് കൊണ്ട് വീണ്ടും അതെടുത്തു വയ്ക്കുകയാണ്. എന്നിട്ട് ശ്വാസം പിടിച്ച് ഒരൊറ്റ വരവ പുറത്തേക്ക് ലൈറ്റ് ഓഫ് ആക്കിയിട്ട്. പിന്നെ ആ കൈ വീണോന്നറിയില്ല. എന്തായാലും ഡെസ്കിൽ വന്നിരുന്ന് കുറച്ചൊക്കെ എഴുതുകയും പഠിക്കുകയും ചെയ്തിട്ട് അവൾ കിടന്നുറങ്ങുക. ഇവിടെ ആകുമ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. അതുകൊണ്ട് പെണ്ണ് കിടന്നുറങ്ങും. പെട്ടെന്നുണ്ട് ഈ ഫ്ലാസ്ക് നിലത്തേക്ക് വീഴുന്ന ശബ്ദം. അതുരുണ്ട് അറ്റത്തേക്ക് പോയി. ഇവള് മെല്ലെ ചെന്നതെടുത്ത് വീണ്ടും ടേബിളിൽ വെച്ച് പഠിക്കാനിരിക്കുക. ആ സമയത്ത് താനൊരു കുറ്റം ചെയ്തല്ലോ. ഒരാളെ ഇടിച്ചിട്ട് ഒന്നും പറയാതെ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. ആ ക്രൈമിന് എന്തായിരുന്നു ശിക്ഷ, അറിയാതെ പറ്റിയതാണെങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള വിവരമൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. ഇടിച്ചിട്ടിട്ട് പോലീസ് വരുന്നതുവരെ കാത്തിരിക്കാതെ അവിടുന്ന് ഓടിക്കഴിഞ്ഞാൽ അത് ഹിറ്റ് ആൻഡ് റൺ കേസാണ്. അതിന് നല്ല ഫൈനും തടവും ഉണ്ട്. ഒരുപക്ഷെ കുറ്റം സമ്മതിച്ചിരുന്നെങ്കിൽ കുറച്ചൊക്കെ ഇളവ് കിട്ടിയിട്ടുണ്ടാവും. ഇതിപ്പോൾ സെക്ഷൻസ് എല്ലാം കൂടിയ അവസ്ഥയാണ്. ഈ ഡീറ്റെയിൽസ് എല്ലാം പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് ആശുപത്രിയിലെ എല്ലാ ലൈറ്റുകളും ഓഫായി പോകും. എന്താ പറ്റിയെന്നറിയില്ല. എമർജൻസി ലൈറ്റുകൾ മാത്രം ഓണായി കിടക്കുന്നു. താഴത്തെ മോർച്ചറിയിൽ നിന്നും തും 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 എന്നൊരു ശബ്ദം കേൾക്കാം. ഇവൾ ഇരിക്കുന്നത് 1ാം നിലയില. അതിന് താഴെ ഒരു ബേസ്മെന്റ് ഫ്ലോർ കൂടെയുണ്ട്. അവിടെ ഒരു മോർച്ചറി ഉണ്ട്. ആ സ്ഥലത്തു നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്. എന്താണെന്നറിയാൻ വേണ്ടി പെണ്ണ് ടോർച്ച് ലൈറ്റും എടുത്ത് ആ മുറിക്കകത്തേക്ക് കയറി. ഒരു ഫ്രീസറിനകത്ത് നിന്നും ഡോറ് തല്ലി പൊളിക്കുന്നത് പോലെ ആരോ അകത്തുനിന്ന് മുട്ടുക. മെല്ലെ പെണ്ണ് അടുത്തു പോകുമ്പോൾ പെട്ടെന്ന് ആ ഡോറും തുറന്ന് ഒരളിഞ്ഞ ഡെഡ് ബോഡി പുറത്തേക്ക് വരും. പെണ്ണ് പേടിച്ചരണ്ട് അലറുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. കണ്ടതൊരു സ്വപ്നമായിരുന്നു. ഇപ്പൊ അവൾക്ക് പേടി ഒന്നും കൂടെ കൂടിയിട്ടുണ്ട്. ലൈറ്റ് എല്ലാം ബ്ലിങ്ക് ചെയ്യുന്നു. താൻ കണ്ട സ്വപ്നം സത്യമാണോന്നറിയാൻ വേണ്ടി ഇവൾ അതേ ബേസ്മെന്റിലുള്ള മോർച്ചറിയിലേക്ക് പോയി നോക്കുക. ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യും? ഭ്രാന്തി. എന്തായാലും കണ്ടത് സത്യമല്ല. അവിടുത്തെ ഫ്രീസറുകൾക്ക് അനക്കമൊന്നുമില്ല. സമാധാനത്തോടെ ഇവൾ തിരിച്ചു വന്നിരിക്കുക. ആ സമയത്തായിരിക്കും ഇവരെ കോമ്പൗണ്ടിനകത്ത് കയറി ഏതോ ഒരു പുരുഷൻ മതിലിനോട് ചേർന്ന് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണുക. അങ്ങനെ അന്യന്റെ പ്രോപ്പർട്ടിയിൽ അനുവാദമില്ലാതെ ആരും കയറി പോകരുത്. നമ്മുടെ നാട് പോലെയല്ല. അവരുടെ നാട്ടിൽ ഒന്നുകൂടെ സ്ട്രിക്റ്റ് ആണ്. അതും പ്രൊഹിബിറ്റഡ് ഏരിയസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. അതുകൊണ്ടാണ് പെണ്ണിന് തോക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവളുടനെ ആ തോക്ക് കയ്യിലെടുത്തിട്ട് നേരെ ബിൽഡിങ്ങിന് വെളിയിലേക്ക് വരികയാണ്. എന്നിട്ട് ആ ചെറുക്കനോട് വിളിച്ചു പറയും, സാർ നിങ്ങളിവിടെ നിൽക്കാൻ പാടില്ല, ഇത് പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്, ദയവേത് പുറത്തു പോകണം, അല്ലെങ്കിൽ എനിക്ക് തോക്കെടുക്കേണ്ടി വരും. ഇവളീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവൻ മൂത്രം ഒഴിപ്പ് നിർത്തിയിട്ടില്ല. അതങ്ങനെ പകുതി നിർത്താൻ പറ്റുന്ന സാധനമല്ലല്ലോ. ശരി പോട്ടെ എന്ന് വെക്കാം. എന്നാൽ ഇവൻ ഏതോ പ്രാർത്ഥനാ ഗീതം പാടിക്കൊണ്ടിരിക്കുന്നു. ഹൊസന്ന ഹൊസന്ന എന്നും പറഞ്ഞു. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇറങ്ങിപ്പോണം മിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇവൻ ഇവൾ അടുത്തേക്ക് നടന്നു വരികയാണ്. ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചിട്ട്. പെണ്ണ് പേടിച്ചിട്ട് ഇറങ്ങിപ്പോയിക്കോ, ആരാണെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ട് വരാൻ പാടില്ല, ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയും. അപ്പൊ ഈ ചെറുക്കൻ കുറച്ചുകൂടെ അടുത്തേക്ക് വന്നിട്ട് ഒരു വൃത്തികെട്ട ചിരിച്ചിരിക്കുന്നുണ്ട്. ഉടനെ ഹീറോയിൻ കയ്യിൽ തോക്കെടുത്ത്, നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യുന്നു പറയും. അപ്പൊ അയാൾ ശരിയെന്നാൽ നീ തന്നെയാണ് ഇവിടുത്തെ കാവൽക്കാരി, ഞാൻ നിന്നെ ശല്യം ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് അതേ പ്രാർത്ഥനാ ഗീതം പാടിയിട്ട് തിരിഞ്ഞു നടന്നു പോവാ. വന്ന വഴിയെ കോമ്പൗണ്ടും താണ്ടി തിരിഞ്ഞു നടന്നു പോകുന്നു. ശല്യം ഒഴിഞ്ഞല്ലോ എന്നും പറഞ്ഞ് ഹീറോയിൻ തിരിഞ്ഞു വരുന്നു. നേരം പോകാൻ വേണ്ടി ഏതോ ഒരു കൂട്ടുകാരന് മെസ്സേജ് അയക്കും. ഈ കൂട്ടുകാരനുമായി അല്ലറ ചില്ലറ പ്രണയമൊക്കെയുണ്ട് നമ്മുടെ പെണ്ണിന്. ഞാനിപ്പോൾ ഒരു മോർഗിലാണ്, ഇവിടെ ഒരു ശല്യക്കാരൻ വന്നിരുന്നു, ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ തോക്കൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് മെസ്സേജ് അയക്കും. ഇത് കേൾക്കുമ്പോൾ ആ കൂട്ടുകാരൻ, തോക്കുണ്ടോ? എന്നാൽ എനിക്ക് ആ തോക്കൊന്ന് കാണിച്ചു തന്നേ, ഞാൻ കാണട്ടെ എന്ന് പറയാണ്. ഇവളപ്പോൾ ഫോൺ ഒരു ഭാഗത്ത് വെച്ച് കാണാൻ കുറച്ച് ഹോട്ടായിട്ടിരിക്കാൻ വേണ്ടി മുടിയൊക്കെ അഴിച്ച് ആ തോക്കെടുത്ത് സ്റ്റൈലായിട്ട് ചെയറിലിരിക്കുക. ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ക്യാമറയിലൂടെ
പുറകെ ഒരു പെണ്ണ്, ഒരു സ്ത്രീ രൂപം നിൽക്കുന്ന കാണാം. ഞെട്ടി ഹീറോയിൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ രൂപം അവിടെ ഇല്ല. ഇവള് പേടിച്ചു. കൂട്ടുകാരൻ ഈ രൂപം കണ്ട കാര്യം പറയാമെന്നും പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ മെസ്സേജ് സെൻഡ് ആവുന്നില്ല. ഈ നേരത്ത് CCTVയിലൂടെ ആ നേരത്തെ കണ്ട ചെറുക്കനല്ലേ, മൂത്രമൊഴിക്കാൻ വന്ന ചെറുക്കൻ, അവനെ കാണാം. അവൻ ഈ ആശുപത്രിയുടെ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇവളാ തോക്കും കയ്യിലെടുത്ത് നിന്നോടല്ലോടാ ഇറങ്ങിപ്പോവാൻ പറഞ്ഞ് പിന്നെ എന്തിനാ നീ കയറി വന്നതെന്ന് ചോദിച്ചിട്ട് അവന്റെ അടുത്തേക്ക് ഓടിപ്പോവാ. കോറിഡോറിലാണ് അവൻ നിൽക്കുന്നത്. അവന്റെ അടുത്തെത്തുമ്പം കറണ്ടെല്ലാം ഓഫായിപ്പോയി. ആ ചെറുക്കനെ കാണാനുമില്ല. തിരിഞ്ഞു നോക്കുമ്പോണ്ട് എതിർഭാഗത്തെ കോറിഡോറിന്റെ അറ്റത്തവൻ നിൽക്കുന്നു. ഇവൾ അവന്റെ അടുത്തേക്ക് ഓടിപ്പോവാ. അവൻ താഴെ നിലയിലേക്ക് ചാടിയിറങ്ങി. ഇവള് പുറകെ ഓടിച്ചെല്ലുമ്പോൾ ഡോറിന് തൊട്ട് മുന്നിലായിട്ട് അവൻ നിൽപ്പുണ്ട്. ഈ ഡോറൊക്കെ ചെയിനിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. അകത്തേക്ക് അങ്ങനെ കടക്കാനൊന്നും പറ്റില്ല. അടുത്ത നിമിഷം ഇവൻ ഡോറിന് വെളിയിലായി. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. പെണ്ണാകെ വിറച്ചിരിക്കുകയാണ്. ഇപ്പോഴെങ്കിലും ഇറങ്ങി ഓടിയാൽ മതിയായിരുന്നു. പക്ഷെ അവള് വീണ്ടും തിരിഞ്ഞ് അകത്തെന്തോ ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോവാണ്. അത് വേറെ എവിടെയല്ല, നമ്മുടെ മോർച്ചറിക്കകം തന്നെ. അകത്ത് ചെന്ന് നോക്കുമ്പോൾ നേരത്തെ അവിടെ കിടന്ന ബോഡി കാണാനില്ല. ഇവളിങ്ങനെ അന്താളിച്ച് നിൽക്കുക. അപ്പണ്ട് ആരോ ഈ മോർച്ചറിയുടെ ഡോറ് ലോക്ക് ചെയ്തു, പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. ഇവൾക്ക് തുറക്കാൻ കഴിയുന്നില്ല. ഇവൾ ഓടിച്ചെന്ന് നോക്കും ആരാന്ന്. ആരെയും പുറത്ത് കാണാനുമില്ല. ഫോൺ എടുത്ത് അറിയാവുന്ന ആരെങ്കിലും വിളിക്കാൻ പറ്റുമെന്ന് നോക്കുമ്പോൾ ഫോൺ ഈ റേഞ്ചും വർക്ക് ചെയ്യുന്നില്ല. നേരത്തെ അടച്ച വിൻഡോയും തുറന്നിടപ്പുണ്ട്. പെട്ടെന്നാണ് ഒരു സ്ട്രെച്ചർ മാത്രം തനിയെ അനങ്ങി ഇവൾ അടുത്തേക്ക് വരുന്നത്. ഹീറോയിൻ പേടിച്ചൊരു ഭാഗത്ത് ഒളിച്ചിരുന്നിട്ട് തനിക്കറിയാവുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് വിളിക്കാൻ നോക്കുന്നു. കോള് പോകുന്നില്ല. അവസാനം എമർജൻസിക്ക് വിളിക്കും. എമർജൻസിക്ക് വിളിക്കുമ്പോൾ അമ്മയാണ് ഫോൺ എടുക്കുന്നത്. എന്തായാലും അമ്മ ഫോൺ എടുത്തല്ലോ. ഇവൾ അമ്മയോട് കരഞ്ഞു പറയാ, അമ്മേ, ഈ ആശുപത്രിയിൽ എന്തൊക്കെയോ നടക്കുന്നു, എനിക്ക് പേടിയാവാ. അമ്മ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിച്ച് പറയണം. ഇവിടെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. പോലീസിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയൂ. ഇതിങ്ങനെ ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോള് കട്ടാവുക. ആരോ ഡോറിന് വെളിയിൽ നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇവൾ ഓടിച്ചെന്ന്, എന്താടാ നിനക്ക് വേണ്ടത്? നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നിനക്ക് എന്താ വേണ്ടതെന്ന് പറയ്. എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണേന്ന് ചോദിക്കുക. പെട്ടെന്നുണ്ട് ഒരു അദൃശ്യ രൂപം ഇവളെ നിലത്തോടെ വലിച്ചോണ്ടുപോയി ടേബിളിൽ ആഞ്ഞടിക്കും. അവിടുന്ന് പെണ്ണ് എഴുന്നേറ്റ് ഓടി വന്ന് വീണ്ടും ഒരു ഭിത്തിയുടെ മറവിൽ ഒളിച്ചിരിക്കുക. അപ്പൊ ആരോ കോൾ ചെയ്യുന്നുണ്ട്. ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ, ബ്രെൻഡ, നീ ബൈബിൾ വായിക്കാറുണ്ടോ? അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ട് നീ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രവർത്തിച്ചില്ല? ഇവൾ ആ ഫോണിൽ കൂടെ കേൾക്കുന്ന ശബ്ദം ഈ റൂമിന് പുറത്തു നിന്നായിരിക്കും വരുന്നത്. ബിൽഡിംഗ് കോമ്പൗണ്ടിൽ നിന്ന് ജനലിൽ കൂടെ ഇവൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാ നേരത്തെ വന്ന ചെറുക്കനാ. ഇവള് ചോദിക്കുക, നീ ആരാണ്? നിനക്ക് എന്താണ് വേണ്ടത്? എന്നെന്തിനിതിൻ്റെ അകത്ത് പിടിച്ചിട്ടിരിക്കുന്നു? എന്നെ പുറത്തേക്ക് വിടും. പെട്ടെന്നുണ്ട് ഇവൻ തൊട്ടടുത്ത മുറിയിലേക്ക് വന്നിരിക്കുന്നു. അവൻ അവിടുന്ന് ചോദിക്കുകയാണ്, നീ ബൈബിൾ വായിക്കാറുണ്ടോന്ന്? ഇവള് പറയും, ഇല്ല, എനിക്കതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ വായിക്കാറില്ലെന്ന്. അപ്പൊ അയാള് പറയും, എന്നാ പിന്നെ അവര് നിന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല. നീ ഒന്നും മനസ്സിലാക്കുന്നില്ല, നിനക്ക് ഇവിടുന്ന് രക്ഷയില്ല എന്ന് പറയാ. അപ്പൊ ഇവള് ചോദിക്കുകയാണ്, അവരോ? ആരാണ് ഈ അവരെന്ന്? പെട്ടെന്ന് അവന്റെ കോള് കട്ടായി. അവനെ കാണുന്നില്ല. അടുത്ത നിമിഷം തൊട്ടടുത്ത മുറിയിൽ മുടിയൊക്കെ വളർന്ന് പള്ളയൊക്കെ തള്ളിയിരിക്കുന്ന ഒരു കിളവ രൂപം. അത് ഡോറും തുറന്ന് ഇവളുടെ അടുത്തേക്ക് വരാ. പെട്ടെന്ന് പെണ്ണ് തൂക്കി വലിച്ചെറിയപ്പെടും. അവള് തലയിടിച്ച് നിലത്തേക്ക് വീണു. അടുത്ത നിമിഷം ഏതോ ഒരു അദൃശ്യ രൂപം ഇവളെ കഴുത്തെ പിടിച്ച് ഭിത്തിയിലൂടെ മുകളിലേക്ക് ഉയർത്താണ്. പെണ്ണ് ജീവന് വേണ്ടി പെടഞ്ഞ് കണ്ണു തുറക്കുമ്പോണ്ട് അവളതാ പഴയ സ്ഥലത്തെത്തിയിരിക്കുന്നു, ആ ഡെസ്കിന് മുന്നിൽ തന്നെ. എന്നാൽ ഇപ്രാവശ്യം കണ്ടത് സ്വപ്നമല്ല എന്നവൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം തോക്ക് കാണുന്നില്ല. പോരാത്തതിന് തലയിൽ അടി കിട്ടിയ മുറിപ്പാടുമുണ്ട്. കഴുത്തിൽ ആ പ്രേതം പിടിച്ചതിന്റെ പാടുമുണ്ട്. തനിക്ക് സംഭവിക്കുന്നതെല്ലാം സത്യമാണെന്ന് പെണ്ണിന് തിരിച്ചറിവായി. ഇപ്പതാ കറണ്ട് മിന്നി മിന്നി മുഴുവൻ ഓഫായിരിക്കുന്നു. തന്റെ തൊട്ട് മുന്നിലായി കുറെ ഡെഡ് ബോഡികൾ സ്ട്രെച്ചറിൽ കിടന്ന് ഉരുണ്ടു പോകുന്നതായിട്ട് അവൾക്ക് തോന്നും. ആ ആശുപത്രി മുഴുവൻ പല സ്ഥലങ്ങളിലായിട്ട് പ്രേതരൂപം. തനിക്ക് ഭ്രാന്ത് പിടിച്ചോന്നുവരെ അവൾക്ക് തോന്നിപ്പോവുക. ആ നേരത്ത് ഈ മോർച്ചറി സ്ട്രെച്ചറിൽ കിടക്കുന്നത് തന്റെ തന്നെ ഡെഡ് ബോഡി ആയിട്ട് ഹീറോയിന് കാണപ്പെടുകയാണ്. അവള് കരഞ്ഞോണ്ട് കണ്ണു തുറക്കുമ്പോൾ വീണ്ടും ഡെസ്കിന് മുന്നിലിരിക്കുന്നു. ഇത്തവണയാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം അവൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക. ജീവനും കൊണ്ട് പെണ്ണ് താഴെയുള്ള ഡോറിന് നേരെ ഓടിച്ചില്ല. ചെന്ന് ഡോറ് തുറക്കുമ്പോണ്ട് വീണ്ടും മോർച്ചറി. അവൾക്ക് ആ ബിൽഡിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. വീണ്ടും മോർച്ചറിക്കകത്ത് ചെന്ന് പെട്ടു. ഇപ്പൊ ആരോ പുറത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അവൾക്ക് വെളിയിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. പെണ്ണ് കരഞ്ഞുകൊണ്ട് നിലത്തിരിക്കും. അപ്പാ നേരത്തെ കണ്ട പയ്യൻ വന്നിട്ട്, പേടിക്കണ്ട, നീ ഒറ്റയ്ക്കല്ല, നിനക്കിവിടെ കൂട്ടുകാരും ഉണ്ടെന്നും പറഞ്ഞ് ജീവനോടെ നടക്കുന്ന വേറെ കുറെ ഡെഡ് ബോഡികളെ കാണിച്ചു കൊടുക്കുന്നു. ഈ ഡെഡ് ബോഡികളെല്ലാം തലങ്ങും വിലങ്ങും നടക്കുക. അവസാനം ശരിക്കും പെണ്ണിന് ഭ്രാന്തായി. അവൾ അമ്മയെന്ന് പറഞ്ഞ് വാവിട്ട് കരയാൻ തുടങ്ങും. ഉടനെ അമ്മയുടെ രൂപം ഇവളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. പക്ഷെ ഇത്തിരി ദ്രവിച്ച രൂപാന്നേ ഉള്ളൂ. എന്നാലും അമ്മയുടെ രൂപമാണല്ലോ. അതുകൊണ്ട് ഇവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും, അമ്മയെന്നും പറഞ്ഞ്. പെട്ടെന്നാണ് ഈ അമ്മ തന്നെ പെണ്ണിന്റെ ചങ്കിലേക്ക് കയറി പിടിക്കുന്നത്. ഇവള് പേടിച്ചരണ്ട് മറ്റൊരു സ്ട്രെച്ചറിന് താഴെയായിട്ട് ചെന്ന് ഒളിച്ചിരിക്കും. അപ്പൊ മുഖമില്ലാ വേറെ കുറെ രൂപങ്ങൾ ഇവൾ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭിത്തിയുടെ പുറകിലേക്ക് പോകുമ്പോൾ
അവിടെ ഒരു കൊച്ചുകുട്ടി ഇരുന്ന് കരയുക, അമ്മയെന്ന് പറഞ്ഞ്. ഈ കൊച്ചുകുട്ടിക്ക് അരികിലേക്ക് ഒരു കിളവൻ അവളെ ഉപദ്രവിക്കാൻ വേണ്ടി ഇങ്ങനെ അടുത്തേക്ക് പോവാ. ഇത് കണ്ട ഹീറോയിൻ ആ കിളവന്റെ പുറത്തേക്ക് ചാടി വീഴും. ആ കൊച്ചിനെ ഉപദ്രവിച്ചാൽ ഞാൻ നിന്നെ കൊല്ലുവിടാന്ന് പറഞ്ഞു. എന്നാൽ ആ കിളവൻ ഹീറോയിനെ എടുത്ത് വലിച്ച് ഗ്ലാസിന്റെ മണ്ടയിലേക്ക് ആഞ്ഞടിക്കും. അടികൊണ്ട് നിലത്ത് വീണവള് ഒരു ഗ്ലാസ് കഷ്ണവും പെറുക്കിയെടുത്ത് ഈ മുതുപ്രായത്തിന്റെ പുറത്തേക്ക് ആഞ്ഞു കുത്താണ്. കുത്തുകൊണ്ട് അയാൾ തിരിയുമ്പോഴാണ് കാണുന്നത് ഇത് മറ്റാരുമല്ല, നമ്മുടെ സെക്യൂരിറ്റി അച്ചായൻ തന്നെയാണ്. ഇയാളെങ്ങനെ ഇവിടെ വന്നൊന്നും മനസ്സിലായില്ല. പെണ്ണ് വിട്ടുകൊടുക്കാതെ അയാളെ കുത്തി മറിച്ചിടാൻ ശ്രമിക്കും. ഓടിച്ചെന്ന് പിടിക്കുമ്പോൾ ആളെ കാണുന്നില്ല. ഇവള് വാവിട്ട് കരയുക. തനിക്ക് എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. ചുറ്റിലും നടക്കുന്നത് സത്യമാണോ? തന്റെ മൈൻഡ് അവൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പാ ചെറുക്കൻ വീണ്ടും വരും കയ്യിലൊരു തോക്കുമായിട്ട്. എന്നിട്ട് പെണ്ണിനരിയിലേക്ക് മെല്ലെ വന്നിരുന്നിട്ട് പറയാ, ഇവിടുന്ന് രക്ഷപ്പെടാൻ നിനക്കൊരൊറ്റ വഴിയേ ഉള്ളൂ. ഈ തോക്കുകൊണ്ട് തലയിലേക്ക് വെടിവെക്കുക. അപ്പം നിനക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ഒരു ശല്യം ഉണ്ടാവില്ല. ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് പറയാ. അവളെ സ്വയം മരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപദേശം കൊടുക്കുകയാണ്. ഇതേ നേരത്ത് ആ തന്തപ്രേതവും അവിടെ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പെണ്ണ് മരിക്കാൻ തയ്യാറല്ല. കൊല്ലേണ്ടി വന്നാലും അവൾ അങ്ങനെ തോറ്റു കൊടുക്കുന്ന പെണ്ണല്ല. ഇവൾ എഴുന്നേറ്റ് പോയി ആ തോക്കുകൊണ്ട് തന്തപ്രേതത്തെ വീണ്ടും വെടിവെച്ച് കൊന്നുകളയാണ്. എന്നിട്ട് വരുന്നടാ, ഏത് പ്രേതമാണെങ്കിലും വരുന്നടാ, നമുക്ക് ഏറ്റുമുട്ടാന്നും പറഞ്ഞ് ഒരു ഭാഗത്ത് ചെന്നിരിക്കും. മെല്ലെ കണ്ണടയ്ക്കുന്നു. നേരം വെളുക്കുമ്പോൾ രാത്രി സംഭവിച്ചതിന്റെ അടയാളങ്ങളൊന്നും പെണ്ണിന്റെ മുഖത്തില്ല. ആ യൂണിഫോമും പഴയ അതേ അവസ്ഥയിലിരിക്കുന്നു. ഏതോ ഒരു സെക്യൂരിറ്റിയാണ് ഹീറോയിനെ വന്ന് വിളിക്കുന്നത്. നീ എന്താ ഇവിടെ കിടക്കണമെന്ന് ചോദിച്ചിട്ട് ഇവൾ എഴുന്നേറ്റിട്ട് ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് പുറത്തേക്ക് പോകും. അയാളാണ് പകൽ കാവൽക്കാരൻ. ഇനി കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പെണ്ണിന് വീട്ടിലേക്ക് പോകാം. എന്നാൽ അവൾ നേരെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാവില്ല. താനൊരു കുറ്റം ചെയ്തല്ലോ, അതിലുള്ള ഗിൽറ്റ് ഫീലിംഗ് ആയിരിക്കും ഒരുപക്ഷെ തനിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാവാൻ കാരണം. ആ തെറ്റൊന്ന് ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ മനസാക്ഷി കുത്തിന്ന് രക്ഷപ്പെടാമെന്നും പറഞ്ഞ് ഹീറോയിൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. അവിടെ ചെന്ന് ഞാൻ ഒരാളെ വണ്ടിയും കൊണ്ട് ഇടിച്ചു, എന്നിട്ടൊന്നും മിണ്ടാതെ വീട്ടിലേക്ക് പോയി. ഞാൻ ചെയ്ത് തെറ്റാണ്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അവിടുത്തെ പോലീസുകാരൻ നിങ്ങൾ അകത്തെ മുറിയിൽ കാത്തിരിക്കുമെന്നും പറഞ്ഞ് ഒരു മുറി കാണിച്ചു കൊടുക്കുന്നു. ഹീറോയിൻ നേരെ ചെന്ന് ആ മുറി തുറക്കുമ്പോണ്ട് വീണ്ടും മോർച്ചറിയുടെ അകത്തേക്ക് എത്തിപ്പെട്ടു. ഇവക്കിതിന്ന് രക്ഷയില്ലേ? ചെയ്ത തെറ്റ് പെണ്ണ് മനസ്സിലാക്കിയല്ലോ. ഒരുപാട് നേരം അവളിരുന്ന് കരയുക. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? മതി, നിർത്തലാക്കൂ, ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കി, എന്നെ വെറുതെ വിടൂന്ന് പറഞ്ഞ് അവൾ കരയുക. ആരുടെയും അനക്കൂല്ല. ഇത്തവണ ആ ബോഡി അവിടെ തന്നെ കിടപ്പുണ്ട്. മെല്ലെ ഹീറോയിൻ ചെന്ന് ആ ബോഡി ആരുടേതാണെന്ന് നോക്കുക. അത് മറ്റാരുടെയും അല്ല. ഇവൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ശല്യം ചെയ്തില്ലേ ആ മൂത്രൊഴുപ്പുകാരൻ ചെറുക്കൻ, അയാളുടെ ബോഡി തന്നെയാണ്. സോ ഇവിടെയാണ് തനിക്ക് പറ്റിയ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം എന്താണെന്ന് ഹീറോയിന് മനസ്സിലാവുക. ആ മൂത്രൊഴുപ്പുകാരൻ ചെറുക്കൻ ശരിക്കും ഇവിടത്തെ നൈറ്റ് സെക്യൂരിറ്റി ഗാർഡായിരുന്നു. അയാൾ ഇവളെപ്പോലെ തന്നെ പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഹീറോയിൻ അയാളെ ഇടിച്ചു വീഴ്ത്തുന്നത്. ഒരുപക്ഷെ ഇവളപ്പോൾ സമയോചിതമായി പെരുമാറിയിരുന്നെങ്കിൽ അയാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. എന്നാൽ ആ സമയത്ത് സ്വാർത്ഥമായി ചിന്തിച്ച് സ്വന്തം കാര്യം നോക്കി ഇവള് രക്ഷപ്പെട്ടതാണ് ഇവള് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് ഒരാളുടെ ജീവൻ, ഒരു പാവത്താന്റെ ജീവൻ നഷ്ടമായി. ഇതാണ് അവൾക്ക് ആ പ്രേത അനുഭവങ്ങൾ ഉണ്ടാവാൻ കാരണമായത്. ഇത്രയും പറഞ്ഞു വെച്ചിട്ട് ടോർമെന്റോ എന്ന ഈ സിനിമ അവിടെ വെച്ച് അവസാനിക്കുന്നു. സോ ഗൈസ്, ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു കാർട്ടൂൺ മൂവി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാൽ മതി, മറ്റൊരു ഹൈസ്റ്റ് മൂവിയും കൂടെ കിട്ടിയിട്ടുണ്ട്, അത് ചെയ്യാം. അപ്പം അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് ഫിലിമായിട്ട് കാണുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സുലട്ടുമാസ്.